ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ പെരട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, നമ്മളെ സാമ്പാർ പുളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഞാൻ അതിനായിട്ട് ചൂരമീനാണ് 1/2 കിലോ ആണ് എടുത്തേക്കുന്നത്. ഇച്ചിരി വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഏത് മീനും നമുക്ക് ഇതിനൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മീനിനകത്ത് അരപ്പെല്ലാം ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മസാല നമുക്ക് കൊണ്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മീൻ ഇതേപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വറുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. മീൻ അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ മീനെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് ഹാർഡായിട്ട് നമ്മളിത് വറുത്തെടുക്കരുത്. കുറച്ച് സോഫ്റ്റായിട്ടിരിക്കണം. തീ കുറച്ച് വെച്ച് നമുക്കിത് മൊരിയിച്ചെടുത്താൽ മതി. നമുക്കിതെല്ലാം കോരി മാറ്റാം ഇനി. അപ്പം നമ്മൾ മീൻ പൊരിച്ച പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ എണ്ണ മാറ്റിയിട്ട് ആ പൊരിച്ച എണ്ണ ബാലൻസ് വന്ന ആ എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരണം. മസാലയ്ക്ക് വേണ്ട ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനൊക്കെ ഒരു 2 പച്ചമുളക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. രണ്ട് കറിവേപ്പില. ഞാൻ മീൻ വറുക്കാൻ നേരം അതിനകത്ത് ഒരു 2 കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി ഇതിലിട്ടത് വീഡിയോ കിട്ടിയിട്ടില്ല. ഞാൻ 2 പഴുത്ത തക്കാളി പൊടിയായിട്ടാണ് അരിഞ്ഞതാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളെ തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിനകത്ത് കിട്ടണം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വേണ്ടവർക്ക് പെരുംജീരകപ്പൊടി വേണമെങ്കിൽ ശകലം ആഡ് ചെയ്യാം. അതിനൊക്കെ നമുക്ക് സവാളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ഉള്ളത്, അതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്.
ഇതിലേക്ക് സ്വല്പം അല്ലാതെ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒരു 1/4 കപ്പ് പുളിവെള്ളവും അല്ലാത്ത വെള്ളം കൂടെ ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉപ്പും പുളിയെല്ലാം പാകമാണെന്ന് നോക്കണം. ശകലം ഉപ്പും കൂടെ ഇടുവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പെരട്ടാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഫിഷ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്തെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പെരട്ടാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് കഴിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ മീൻ പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമായ മീൻ പെരട്ടാണ്. നമ്മളിത് പെരട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ഉപ്പും എരിവെല്ലാം ആവശ്യത്തിനെടുക്കുക. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.